നമസ്കാരം. താരസംഘടനയായ അമ്മയ്ക്കുള്ളിൽ ഭിന്നതയും ചേരിപ്പോരും രൂക്ഷമാകുന്നതിനിടെ സംഘടനയിലെ പ്രമുഖ ഭാരവാഹികൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി നടി ശ്വേത മേനോൻ രംഗത്തെത്തിയിരുന്നു. നടൻ രമേശ് പിഷാരടിയുമായി ശ്വേത നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് സംഘടനയ്ക്കുള്ളിൽ നടന്ന ആഭ്യന്തര തർക്കങ്ങളും തനിക്കെതിരെ ഉണ്ടായ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും അവർ വെളിപ്പെടുത്തിയത്. സംഘടനയുടെ ജനറൽ ബോഡി യോഗത്തിൽ സിദ്ദിഖ്, ബാബുരാജ് എന്നിവരടങ്ങുന്ന സംഘം തന്നെ ഹീനമായ രീതിയിൽ അവഹേളിച്ചതായി ശ്വേത ആരോപിക്കുന്നു. യോഗത്തിൽ മറ്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോലും തനിക്ക് അനുവാദം നൽകിയില്ല. മീറ്റിംഗ് ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ ബാബുരാജ്, സിദ്ദിഖ്, മാലാ പാർവതി, സുരേഷ് കൃഷ്ണ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തനിക്കെതിരെ അസഭ്യവർഷവും അശ്ലീല പരാമർശങ്ങളും ഉണ്ടായതായും താരം വ്യക്തമാക്കുന്നു. മറ്റൊരു സ്ത്രീക്കും കേട്ടുനിൽക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള പെരുമാറ്റമാണ് ഇവരിൽ നിന്നുണ്ടായത്. തനിക്കിതൊക്കെ കേട്ടുനിൽക്കാൻ വലിയ തൊലിക്കെട്ടി ഉണ്ടായിട്ടില്ലെന്നും മറിച്ച് അമ്മ എന്ന സംഘടനയുടെ അന്തസ്സിനെ കുറിച്ച് ആലോചിച്ചാണ് ഇതെല്ലാം സഹിച്ചതെന്നും ശ്വേത ഫോൺ സംഭാഷണത്തിൽ തന്നെ പറയുന്നുണ്ട്. തന്നെ അധിക്ഷേപിച്ചവർക്കെതിരെ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ശ്വേത മേനോന്റെ തീരുമാനം. താൻ BJPയിൽ നിന്നും പണം കൈപ്പറ്റിയെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ബാബുരാജിനെ കോടതിയിൽ കാണുമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനു പുറമെ ബാബുരാജ് ഭാരവാഹിത്വം വഹിച്ചിരുന്ന കലളവിലെ വരവ് ചെലവ് കണക്കുകളിൽ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും ശ്വേത ആരോപിക്കുന്നു. യോഗത്തിനിടെ തങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കാൻ ശ്രമിച്ച കൊല്ലം തുളസി, മല്ലിക സുകുമാരൻ എന്നിവരുടെ കൈകളിൽ നിന്ന് മൈക്ക് ബലമായി പിടിച്ചു വാങ്ങിയെന്നും അനൂപ് ചന്ദ്രൻ സംസാരിക്കാൻ മുതിർന്നപ്പോൾ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും ശ്വേത വെളിപ്പെടുത്തുന്നുണ്ട്. അമ്മയുടെ നിലവിലെ നിയമാവലി അനുസരിച്ച് അഡ്ഹോക് കമ്മിറ്റി എന്നൊരു സംവിധാനമില്ലെന്നും നിയമപരമായി ഇപ്പോഴത്തെ ഭരണസമിതി തന്നെയാണ് നിലവിലുള്ളതെന്നും ശ്വേത ഓർമ്മിപ്പിക്കുന്നു. സംഘടനയിൽ നിന്നും രാജിവെക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സംഘടനയ്ക്കുള്ളിൽ തന്നെ തുടർന്നുകൊണ്ട് തന്റെ നിരപരാധിത്വം തെളിയിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ശ്വേത സൂചന നൽകി. എന്നാൽ സംഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നിരപരാധിത്വം തെളിയിക്കുക എന്നത് പ്രായോഗികമല്ലെന്നും അതിനായി പദവികൾ രാജിവെക്കുകയാണ് വേണ്ടതെന്നുമാണ് രമേശ് പിഷാരടി ശ്വേതയ്ക്ക് നൽകുന്ന മറുപടി. അമ്മ സംഘടനയ്ക്കുള്ളിൽ പല കാര്യങ്ങളും ബാർട്ടർ സംവിധാനത്തിലാണ് നടന്നിരുന്നതെന്നും പിഷാരടി ചൂണ്ടിക്കാണിക്കുന്നു. അതായത് ബാഹ്യമായ കൊടുക്കൽ വാങ്ങലുകൾ വഴി. അസോസിയേഷന്റെ വരവ് ചെലവ് കണക്കുകൾ വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള ഗുരുതരമായ പല ക്രമക്കേടുകളും അതിൽ കണ്ടെത്താൻ സാധിക്കുമെന്നും രമേശ് പിഷാരടി ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ അധികം നാളുകളായി ഉയരുന്ന ആക്ഷേപങ്ങൾക്കും വരവ് ചെലവ് കണക്കുകളിലെ ക്രമക്കേടുകളെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഒടുങ്ങുന്നില്ല. അതിൻ്റെ പരാതികൾ അവസാനിക്കുന്നില്ല. ശ്വേത മേനോനും രമേശ് പിഷാരടിയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. അനൂപ് ചന്ദ്രൻ സംസാരിക്കാൻ മുതിർന്നപ്പോൾ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. മല്ലിക സുകുമാരൻ എന്നിവ അല്ലെങ്കിൽ കൊല്ലം തുളസി പോലുള്ള ആളുകൾ തങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ കയ്യിൽ നിന്നും മൈക്ക് ബലമായി പിടിച്ചു വാങ്ങി തുടങ്ങി വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ശ്വേത ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല അമ്മയുടെ നിലവിലെ നിയമാവലി അനുസരിച്ച് അഡ്ഹോക് കമ്മിറ്റി എന്നൊരു സംവിധാനമില്ലെന്നും നിയമപരമായി ഇപ്പോഴത്തെ ഭരണസമിതി തന്നെയാണ് നിലവിലുള്ളതെന്നും ശ്വേത വെക്കുന്നുണ്ട്. എന്തായാലും സംഘടന രാജിവെക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സംഘടനയ്ക്കുള്ളിൽ തന്നെ തുടർന്നുകൊണ്ട് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കുമെന്നാണ് ശ്വേത വ്യക്തമാക്കുന്നത്.